എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. തളപതി വിജയ് അല്ല, ഇനി അങ്ങോട്ട് പൊളിറ്റീഷ്യൻ വിജയ്, രാഷ്ട്രീയക്കാരൻ വിജയ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും ഒന്നുകൂടെ ഉചിതമല്ലേ? എന്തായാലും വിജയ് പണ്ട് 2 വർഷങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ സൂചന നൽകിയത് മുതൽ നമ്മൾ അതുമായി ഇങ്ങോട്ട് വന്ന എല്ലാ അപ്ഡേറ്റുകളെ പറ്റിയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം പാർട്ടി അനൗൺസ് ചെയ്തു, പാർട്ടിയുടെ മറ്റ് നയങ്ങൾ പറഞ്ഞപ്പോൾ, അതുമായി ബന്ധപ്പെട്ട ആന്തം പുറത്തിറക്കിയപ്പോൾ, അതുപോലെ തന്നെ ഫസ്റ്റ് മാനാട്, അതായത് സംസ്ഥാന സമ്മേളനം നടത്തിയപ്പോൾ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്നും മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റ് നമുക്ക് വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, സെക്കൻഡ് മാനാട്, അതായത് രണ്ടാമത്തെ ഈ സംസ്ഥാന സമ്മേളനം ഇപ്പോൾ വിജയ് നടത്തിയിരിക്കുകയാണ്. വിജയുടെ പാർട്ടിയായിട്ടുള്ള TVK നടത്തിയിരിക്കുകയാണല്ലേ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് പറയാൻ പോകുന്നത്. ஒலிக்க வைத்து வரவேற்கலாமா உங்கள் விஜய். உனக்கு கட்ட வரனா வெற்றி தலைவர் வருகிறார். உங்க விஜய் நான் வரேன். ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അതായത് ഇതിനു മുമ്പ് വിജയ് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രസംഗങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു പ്രസംഗം എന്ന് പറയുന്നത് ഒന്നാമത്തെ സംസ്ഥാന സമ്മേളനത്തിന് നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളായിരുന്നു അല്ലേ. പക്ഷേ ആ പ്രസംഗവും അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഒരു സോഫ്റ്റ് പൊളിറ്റിക്സ് ആയിരുന്നു അദ്ദേഹം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് എതിരാളികളെ രൂക്ഷമായിട്ടൊന്നും വിമർശിക്കുന്നില്ല, അല്ലെങ്കിൽ കടന്നാക്രമിക്കുന്നില്ല. ഇലയ്ക്കും ഉള്ളിലും കേടില്ലാത്ത രീതിയിൽ വിമർശനങ്ങളും അല്ലെങ്കിൽ ചെറിയ ചെറിയ അക്രമവാക്കുകളൊക്കെ പറഞ്ഞു പോകുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. കേൾക്കുന്നവനും വലിയ പ്രശ്നങ്ങളും തോന്നൂല. നമുക്കും വിജയ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പൊളിറ്റീഷ്യനാന്ന് തോന്നുന്ന രീതിയിലൊക്കെ ആയിരുന്നു ഈ ഫസ്റ്റ് സംസ്ഥാന സമ്മേളനത്തിന് പോലും അദ്ദേഹം പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നതല്ലേ. എന്നാൽ ഈ രണ്ടാമത്തെ സമ്മേളനത്തിലുണ്ടല്ലോ, തീർത്തും നമ്മൾ കണ്ടത് ഈ വിജയ് ആ ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് സിംഹം വേട്ടയ്ക്കിറങ്ങിയിരിക്കുന്നതാണ്. അതായത് സിംഹം എതിരാളികൾ എത്ര വലിയവനാണെങ്കിലും അവരെ അടിച്ച് വീഴ്ത്തിയിരിക്കും. അത് സിംഹം വേണമെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കും, കൂട്ടമായിട്ട് നിൽക്കും, എതിരാളികളാണ് ലക്ഷ്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ അതല്ലേ ഒരു കറക്റ്റ് ഒരു സിംഹത്തെ പോലെയായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുമ്പ് സോഫ്റ്റ് പൊളിറ്റിക്സ് ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത രീതിയിൽ പറഞ്ഞുവെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രിയായിട്ടുള്ള ശ്രീ നരേന്ദ്രമോദിയെയും തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ സ്റ്റാലിനെയും ഒക്കെ നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗങ്ങൾ നടത്തുകയാണ്. ഒരു ഭയമോ ഒരു മടിയോ കൂടാതെ ഭയങ്കര രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളൊക്കെ ആയിരുന്നു ഇവർക്ക് നേരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ അദ്ദേഹം ആ ഒരു പ്രസംഗത്തിൽ 30 മിനിറ്റിലധികം അദ്ദേഹം സംസാരിച്ചായിരുന്നു. അതിൻ്റെ അകത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാം. അതുപോലെ തന്നെ വിജയെ വിമർശിക്കാൻ ഏറ്റവും കൂടുതൽ പേര് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആയുധമാണ് വിജയ് അവസരവാദിയാണെന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഒരു കാര്യം പറയുവാണെങ്കിൽ, വിജയെ പോലുള്ള താരങ്ങൾ സിനിമയിൽ നേടുന്ന വരുമാനം വെറുതെ എടുത്തു വയ്ക്കുകയല്ല, പകരം പല പല ബിസിനസ്സുകളിൽ നിക്ഷേപിക്കുന്നത് കാണാം. കാരണം അവർക്കറിയാം വെറുതെ വെച്ച് കഴിഞ്ഞാൽ പണത്തിന്റെ മൂല്യം നഷ്ടപ്പെടുമെന്ന്. ചെറിയ രീതിയിലൊക്കെ നിങ്ങൾ നിക്ഷേപിച്ചു തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശ്വസ്ത ബ്രാൻഡായിട്ടുള്ള ടാറ്റയുടെ കീഴിൽ ഒരു അവസരം വന്നിട്ടുണ്ട് കേട്ടോ. ടാറ്റ AIA ലൈഫിന്റെ അവരുടെ BSE 500 മൊമെന്റ് 50 ഇൻഡെക്സ് ഫണ്ട് എന്ന NFO ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ വരുന്ന ഓഗസ്റ്റ് 24 തീയതി വരെ മാത്രമേ നിങ്ങൾക്ക് ഈ NFOയിൽ നിക്ഷേപിക്കാൻ അവസരമുള്ളൂ കേട്ടോ. അതായത് ഇനി വെറും 2 ദിവസം കൂടി മാത്രം. കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡ് ആണ് കേട്ടോ. അതായത് മെച്യൂരിറ്റിയിൽ 1 രൂപ പോലും നഷ്ടപ്പെടാതെ നിക്ഷേപിക്കാൻ സാധിക്കും. കൂടാതെ വിപണി നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള മികച്ച വരുമാനവും ലഭിക്കും. ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 10 വർഷങ്ങളിലായിട്ട് 22.9%, 5 വർഷങ്ങളിലായിട്ട് 36.2% CAGR റിട്ടേൺസ് നൽകിയിട്ടുണ്ട്. അതായത് 10 വർഷം മുമ്പ് നിങ്ങളൊരു 10 ലക്ഷം രൂപ ഈ ഒരു ഇൻഡെക്സിൽ നിക്ഷേപിച്ചിരുന്നെങ്കിൽ ഇന്നത് 79 ലക്ഷം രൂപയായിട്ട് തിരികെ ലഭിച്ചേനെ. ഇതേ ഇൻഡെക്സിനെ തന്നെയാണ് ടാറ്റ AIA ലൈഫ് ഈ ഒരു NFOയിലൂടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നത്. NAV 10 രൂപ മാത്രമുള്ള ഈ NFOയിൽ എത്ര വലിയ തുകയും നിക്ഷേപിക്കാം. അതോടൊപ്പം നമ്മളടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് ലൈഫ് കവർ ലഭിക്കും. വർഷത്തിൽ 2.5 ലക്ഷം രൂപ വരെയൊക്കെ നിക്ഷേപിച്ചു കഴിഞ്ഞാലും കിട്ടുന്ന ലാഭത്തിന് ടാക്സ് കൊടുക്കേണ്ടതുമില്ല. ഇവിടെ പ്രവാസികൾക്ക് നിക്ഷേപിക്കാം കേട്ടോ. മാസം ഒരു 18,000 രൂപ വെച്ചൊക്കെ നിക്ഷേപിക്കാൻ സാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 2 കോടിയുടെ റിട്ടേൺ സാധ്യതയുമുണ്ട്. മറക്കണ്ട, ഈ NFOയിൽ നിക്ഷേപിക്കാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 24 തീയതി വരെ മാത്രമാണ്. അതായത് ഇനി 2 ദിവസം കൂടി മാത്രം. കൂടുതൽ അറിയാൻ നിക്ഷേപിക്കാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതല്ലെങ്കിൽ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിലുള്ള കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണ് കേട്ടോ. ഇനി നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് ഇതിനെക്കുറിച്ച് വിശദീകരിച്ച് തരികയും ചെയ്യും. ഈ സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത് മധുരയിലുള്ള പാരപ്പതിയിലായിരുന്നു. അവിടെ 500 ഏക്കർ വരുന്ന ഒരു വലിയ ഗ്രൗണ്ടിലായിരുന്നു. ഗ്രൗണ്ടിലൊക്കെ ആൾക്കാർ തിങ്ങിഞ്ഞറിഞ്ഞ് ലക്ഷക്കണക്കിന് ആൾക്കാർ തിങ്ങി തടിച്ചു കൂടുകയാണ് കേട്ടോ.
അത് വിജയ് എത്ര ചെറിയൊരു സമയം കൊണ്ടാണ് ഇത്രയും വലിയൊരു ഓളം ഉണ്ടാക്കിയതെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ഫസ്റ്റ് മാനാട് നോക്കുവാണെങ്കിൽ ആൾക്കാർ തിങ്ങി ഞെരുങ്ങിയിട്ട് പലരും ബോധം കിട്ടി വീഴുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നല്ലേ. എന്തായാലും സ്റ്റേജിലേക്ക് ഒരു 500 മീറ്റർ റാമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ റാമ്പിലൂടെ നടന്നാണ് വിജയ് സ്റ്റേജിലേക്ക് വരുന്നത്. ഒരുപാട് പാർട്ടിയുടെ ഷാളും ആരവങ്ങളും മുദ്രാവാക്യങ്ങളൊക്കെ ഇങ്ങനെ ഭയങ്കര അലയൊലികൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലേ. കയ്യടികളും ഒക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിലൂടെ വിജയ് വന്നിട്ട് പ്രസംഗം ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമായിട്ട് വിജയ് പറഞ്ഞത്, ഞങ്ങൾ സ്വതന്ത്രമായിട്ട് തമിഴ്നാട്ടിലുള്ള 234 മണ്ഡലങ്ങളിൽ മത്സരിക്കുമെന്നാണ്. തമിഴ്നാട്ടിൽ 2026 നമുക്ക് 2026 നിയമസഭാ ഇലക്ഷൻ വരികയാണ്. അപ്പോൾ 234 മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്, നമ്മുടെ നാട്ടിൽ 140 അല്ലേ. അപ്പോൾ 234 മണ്ഡലങ്ങളിലും TVKയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമെന്നാണ് വിജയ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനു മുമ്പ് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. വിജയ് മറ്റൊരു മുന്നണിയുടെ ഭാഗമായിട്ട് ഒക്കെ മത്സരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷേ വിജയ് പറയാണ്, ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമാകത്തില്ല, ഞങ്ങൾ സ്റ്റേറ്റ് വൈഡായിട്ട് തന്നെ, അതായത് സംസ്ഥാനം വ്യാപകമായിട്ട് തന്നെ ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ ഒരു മുന്നണിയുടെയും കൂടെ ചേർന്നില്ല. നിങ്ങൾ പലരും പറഞ്ഞായിരുന്നല്ലോ ഞങ്ങൾ DMKയുടെ കൂടെ സഖ്യമുണ്ടാക്കാൻ പോകുന്നു, BJPയുടെ കൂടെ സഖ്യമുണ്ടാക്കാൻ പോകുന്നു. DMK എന്നുള്ളത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എനിമിയാണ്, രാഷ്ട്രീയ ശത്രുവാണ്. BJP എന്നുള്ളത് ഐഡിയോളജിക്കൽ ശത്രുവാണ്, ആശയപരമായിട്ടുള്ള ശത്രുവാണ് BJP. ഒരു സിംഹത്തിന് കൂട്ടമായിട്ട് നിന്നാലും ഒറ്റയ്ക്ക് നിന്നാലും സിംഹം പവർ തന്നെ ആടാ എന്നുള്ള സംഭവമാണ് വിജയ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും സിംഹത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒറ്റയ്ക്ക് നിൽക്കാനും ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്യാനും സിംഹത്തിൻ്റെ ഒരു മടിയില്ല തുടങ്ങിയൊരു ഗംഭീര പ്രസംഗം കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം വിജയ് നേരിട്ട് മത്സരിക്കാൻ പോകുന്നത് മധുരൈ ഈസ്റ്റ് എന്ന് പറയുന്ന മണ്ഡലത്തിലാണ്. അതുപോലെ തന്നെ വിജയ് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ടായിരുന്നു, ഏത് മണ്ഡലത്തിലാണെങ്കിലും ഞങ്ങളുടെ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുക. ചിലപ്പോൾ ഞാനായിരിക്കില്ല നിൽക്കുന്നത്, പക്ഷേ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യുന്ന പോലെ തന്നെ ആ ഒരു സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുക എന്നൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു വിജയ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കൺസിഡർ എ വോട്ട് ഫോർ എനി TVK കാൻഡിഡേറ്റ്സ് ആസ് എ വോട്ട് ഫോർ വിജയ്. അതായത് നിങ്ങൾ ഏത് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താലും അത് എനിക്ക് തരുന്ന പോലെ നിങ്ങൾ കരുതിയാൽ മതി എന്നുള്ളൊരു സംഭവമാണ് വിജയ് അവിടെ അവതരിപ്പിച്ചത്. രണ്ടാമത്തത് വെൽഫെയർ ആൻഡ് ഗവർണൻസ് കമ്മിറ്റ്മെൻറ്റ്സ് ആണ്. ക്ഷേമ ഭരണ പ്രതിബദ്ധതകൾ. ജനങ്ങളോട് അത്രത്തോളം പ്രതിബദ്ധതയുള്ളവരായിരിക്കും തങ്ങളെന്നുള്ളൊരു ഉറപ്പാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പ്രധാനമായിട്ടും സ്ത്രീ സുരക്ഷയ്ക്ക് മുൻതൂക്കം കൊടുക്കും. അതുപോലെ തന്നെ യൂത്ത് എംപവർമെൻറ്റ്, നമ്മൾ ചെറുപ്പക്കാരെ എംപവർ ചെയ്യേണ്ട, ശാക്തീകരിക്കേണ്ട കാര്യമുണ്ട്. കാരണം പലരും പല വഴിക്ക് പോകാൻ, ഡ്രഗ്സിൻ്റെ പ്രശ്നങ്ങളുണ്ട്, തൊഴിലില്ലായ്മയുടെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അവരെ ശാക്തീകരിക്കണം. അതുപോലെ തന്നെ കൃഷിക്കാർക്ക്, മത്സ്യത്തൊഴിലാളികൾക്ക്, ട്രാൻസ്പേഴ്സൺസിന്, സീനിയർ സിറ്റിസൺസിന്, മറ്റ് കൂലിത്തൊഴിലാളികൾക്ക്, വീവേഴ്സ്, തുന്നൽക്കാർക്ക്, നെയ്ത്തുകാർക്ക് ഒക്കെ തന്നെ ഞങ്ങളുടെ പാർട്ടി, ഞങ്ങളുടെ രാഷ്ട്രീയ ഐഡിയോളജി എന്നും എത്ര വില കൊടുത്തും സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ അവരുടെ കൂടെ തന്നെ ഉണ്ടാകുമെന്നൊരു ഉറപ്പാണ് വിജയ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് പീപ്പിൾ സെൻട്രിക് ആയിട്ടുള്ള പൊളിറ്റിക്സ് ആണ്, ജനകേന്ദ്രീകൃതമായിട്ടുള്ള രാഷ്ട്രീയവാദമാണ്. അല്ലാതെ അവസരവാദ രാഷ്ട്രീയവാദമോ അല്ലെങ്കിൽ ഒരു രാജഭരണ രീതിയിൽ ഭരിക്കുന്ന ഒരു രീതിയോ ഒന്നുമായിരിക്കില്ല. ജനങ്ങളാണ് മുഖ്യം, ജനങ്ങളാണ് ഞങ്ങളുടെ നടുവിലുണ്ടാകുക. അവർക്ക് താഴെ മാത്രമേ ഞങ്ങൾ രാഷ്ട്രീയ, ഇപ്പോൾ പാർട്ടിയുടെ ആൾക്കാരുണ്ടല്ലോ, ആ പാർട്ടി ഉണ്ടല്ലോ, അതുണ്ടാകത്തുള്ളൂ. ജനങ്ങളാണ് മുഖ്യം, ജനകേന്ദ്രീകൃതമായിരിക്കും ഞങ്ങളുടെ ഭരണം എന്നാണ് വിജയ് പറഞ്ഞത്. അതായത് ഈ പാർട്ടി നിലകൊള്ളുന്നത് തന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഞങ്ങളുടെ നേട്ടത്തിന് വേണ്ടിയിട്ടോ ഞങ്ങളുടെ കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല എന്നൊക്കെ ഉള്ളതായിരുന്നു അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അടുത്തായിട്ട് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആൻഡ് കൾച്ചറൽ ഫിഗേഴ്സിനെ പറ്റി പറയുകയാണ്. നമ്മളുടെ MGR, പുരച്ചി തലൈവർ MGR, അതുപോലെ തമിഴ്നാട്ടിൽ വിപ്ലവം സംഭവിച്ച 2 ഇലക്ഷനെ പറ്റിയിട്ടും അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 1967ലെയും 77ലെയും. അത് തന്നെ 2026 ആവർത്തിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പറഞ്ഞിട്ടുള്ളത് അണ്ണാദുരൈ, പെരിയാർ, അംബേദ്കർ, കാമരാജ്, പിന്നെ വേലുനാച്ചിയാറിനെ പോലെയുള്ള ധീര വനിതകൾ, ഇവരെയൊക്കെ പരാമർശിച്ചുകൊണ്ട് ഇവരിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്, ഇവരുടെ ഐഡിയോളജീസൊക്കെ നമ്മൾ ഫോളോ ചെയ്യും എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. MGRൻ്റെ ഫേമസ് പാട്ടായിട്ടുള്ള ഞാനാണയിട്ടാൽ അത് ആ ഒരു പാട്ടൊക്കെ, അതിൽ നിന്നുള്ള വരികളൊക്കെ പറഞ്ഞിട്ട് ക്രൗഡ് ഉണ്ടല്ലോ മൊത്തത്തിൽ അങ്ങോട്ട് ഇളകി മറിയുന്ന ഒരു കാഴ്ച. അതിൻ്റെ വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്, ലൈവ് കിടപ്പുണ്ട്, വീഡിയോ ക്ലിപ്പ് കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്, നോക്കാം. ഞാൻ വെറുതെ തള്ളിയൊന്നുമല്ല കേട്ടോ. ഈ ജനങ്ങളൊക്കെ അങ്ങോട്ട് ഇളകി മറിയുന്ന, വിജയുടെ മുമ്പിൽ കിടന്നിട്ട് ഇങ്ങനെ ഒഴുകുമായിരുന്നു ആ ക്രൗഡ് കിടന്നിട്ട്. അതുപോലത്തെ കാഴ്ചകളൊക്കെ ആയിരുന്നു കണ്ടുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ വിജയ് നടത്തിയിട്ടുള്ള തീവാർന്ന വിമർശനങ്ങളെ പറ്റി, ആ ഒരു കടന്നാക്രമണങ്ങളെ പറ്റി ഒന്ന് പറയുവാണെങ്കിൽ, വിജയുടെ പാർട്ടി TVKയുടെ ശത്രുക്കൾ ഇന്ന പാർട്ടികളാണ് എന്നും പറഞ്ഞിട്ട് കറക്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ. അതായത് DMK, ഇപ്പോൾ തമിഴ്നാട് ഭരിക്കുന്ന സ്റ്റാലിൻ്റെ പാർട്ടി ഉണ്ടല്ലോ, DMK, ദ്രാവിഡ മുന്നേറ്റ കഴകമല്ലേ, അത് ഞങ്ങളുടെ പൊളിറ്റിക്കൽ എനിമി, രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുവാണെന്നും രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ പാർട്ടി BJP ഞങ്ങളുടെ ആശയപരമായിട്ടുള്ള എതിരാളികളാണെന്നും കൃത്യമായിട്ട് പറയുകയാണ്. ഇനി സ്റ്റാലിനെ പറ്റി വിമർശിച്ചത് ഭയങ്കര പ്രശ്നങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായിട്ടുണ്ട്. സ്റ്റാലിൻ അങ്കിൾ എന്നൊക്കെ വിളിച്ചിട്ടായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ ഇവിടുത്തെ സ്ത്രീകളെയും ഗവൺമെൻറ് ജീവനക്കാരെയും കർഷകരെയും അതുപോലെ പല സമരങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ
പരന്തൂർ എയർപോർട്ട് ക്രൈസിസ്. അപ്പോൾ അതെല്ലാം നിങ്ങൾ നശിപ്പിച്ചു. അവർക്കൊന്നും നിങ്ങൾ കൊടുത്ത ഉറപ്പൊന്നും പാലിച്ചില്ല. നിങ്ങൾ സ്വന്തം കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളായിപ്പോയി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലോ ആൻഡ് ഓർഡർ, അവിടുത്തെ നിയമ സംവിധാനമൊക്കെ മൊത്തം തകരാറായി. എക്സ്പെഷ്യലി വുമൺ സേഫ്റ്റി, ഒരുപാട് സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നു. അവർ അക്രമങ്ങളുടെ തോത് വർദ്ധിച്ചു. നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ നാട്ടിൽ ലോ ആൻഡ് ഓർഡർ, പോലീസ് സംവിധാനമൊക്കെ വെറുതെ കുത്തഴിഞ്ഞ് കിടക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാലിൻ അങ്കിൾ എന്നൊക്കെ വിളിച്ചിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചായിരുന്നു സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം DMK, ഫുൾ ഫോം ദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണല്ലേ. പക്ഷേ വിജയ് പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥ ദ്രാവിഡിയൻ ഐഡിയോളജീസിൽ നിന്നൊക്കെ ഒരുപാട് വ്യതിചലിച്ച് സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി നടക്കുന്ന ഒരു പാർട്ടിയായി മാറി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് എല്ലാം ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ശ്രീ സ്റ്റാലിനാണ് അവിടുത്തെ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ മകനാണ് അവിടുത്തെ ഉപമുഖ്യമന്ത്രി അല്ലേ. അപ്പോൾ നിങ്ങൾ മക്കൾ രാഷ്ട്രീയവും നിങ്ങളുടെ പവർ പൊളിറ്റിക്സും കളിക്കാൻ വേണ്ടി മാത്രമാണ് DMK ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ പേര് പോലും ശരിയല്ല, ദ്രാവിഡം എന്നുള്ള പേര് ശരിയല്ല. നിങ്ങൾ ഈ ദ്രാവിഡിയൻ ഐഡിയോളജീസ് എന്നൊക്കെ ഒരുപാട് മാറി. നിങ്ങൾ കള്ളം പറഞ്ഞും വ്യാജ ഉറപ്പുകൾ കൊടുത്ത് മാത്രം മുന്നേറുന്ന, ജനങ്ങളെ ചതിക്കുന്ന ഒരു പാർട്ടിയായി മാറി എന്നാണ് വിജയ് പറഞ്ഞത്. ഇനി BJPയെ മോദി നേരിട്ട് കടന്നാക്രമിക്കുകയാണ്. അതായത് നേരിട്ട് ചോദിച്ചത്, മോദി നിങ്ങൾ അധികാരത്തിൽ വന്നത് ജനങ്ങളെ സേവിക്കാനാണോ അതോ മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാനാണോ, മുസ്ലിം മൈനോറിറ്റീസിനെതിരെ പ്രവർത്തിക്കാനാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത് നേരിട്ട് ചോദിക്കുകയാണ്, ഒരു മടിയും കൂടാതെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മുമ്പൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് സോഫ്റ്റായിട്ട് സംസാരിക്കുന്ന ഒരു വിജയായിരുന്നു, കടന്നാക്രമിക്കാതെ അല്ല. പക്ഷേ രാജ്യത്തെ പ്രധാനമന്ത്രിയെ പോലും ഇമാതിരി കടന്നാക്രമിക്കാൻ ആ ഒരു രീതിയിലേക്ക് വിജയ് മാറുന്ന ഒരു കാഴ്ചയായിരുന്നു നമ്മൾ ശരിക്കും അബ്സല്യൂട്ട് സിനിമ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമില്ലേ, അതുപോലത്തെ ഒരു സാധനമായിരുന്നു അവിടെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. അതോടൊപ്പം മോദിയുടെ ശാഠ്യം കാരണമാണ് തമിഴ്നാട്ടിലെ നീറ്റ് പരീക്ഷ ഇംപ്ലിമെൻറ്റ് അത് നടപ്പിലാക്കേണ്ടി വന്നതെന്നും അങ്ങനെ ഒരുപാട് തമിഴ് യുവതയുടെ, ഒരുപാട് കുട്ടികളുടെ ഡോക്ടറാകാനുള്ള ആ ഒരു സ്വപ്നമാണ് നിങ്ങൾ തകർത്തതെന്നും പറഞ്ഞ് വിമർശിച്ചു. അതുപോലെ തന്നെ അവിടെ കീഴാടി ഒരു ഫൈൻഡിങ്സ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നല്ലേ, ഒരുപാട് വർഷം, അതായത് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള പല സംസ്കാരങ്ങളെക്കാളും പഴയ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ടായിരുന്നു. BJP അതിനെയൊക്കെ പൂഴ്ത്തി വയ്ക്കാൻ ശ്രമിച്ചു. അത് പൂഴ്ത്തി വെച്ചില്ലെങ്കിൽ BJPയുടെ പല ഐഡിയോളജീസും ഇവിടെ വർക്കൗട്ട് ആകില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് BJP ആണ് അതിന് കാരണക്കാരൻ എന്നൊക്കെ പറഞ്ഞ് വിമർശിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ അത്രത്തോളം BJP ഗവൺമെൻറ് ഹനിക്കുകയാണ്. പ്രധാനമായിട്ടും കച്ചത്തീവിനെ പറ്റിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കച്ചത്തീവ് എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയ്ക്കും നമ്മുടെ രാമേശ്വരത്തിനും ഇടയിലുള്ളൊരു ദ്വീപാണ്. അപ്പോൾ അത് ശ്രീലങ്കയുടെ കീഴിലാണ് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് പോയിട്ട് മീൻ പിടിക്കാൻ പറ്റുന്നില്ല. അവിടെയുള്ള മത്സ്യത്തൊഴിലാളികൾ ഈ സംസ്ഥാനത്തുള്ളവരാണ്, നമ്മളുടെ തമിഴ്നാടല്ലേ, അവിടെ തമിഴ്നാടാണല്ലോ. അപ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്, വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും വേണ്ട രീതിയിൽ ഇടപെട്ടില്ല എന്നൊരു കാര്യമാണ് വിജയ് സൂചിപ്പിച്ചത്. BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്നും തമിഴ്നാട് പോലെയുള്ള മതനിരപേക്ഷമായിട്ടുള്ള മണ്ണിൽ അവർക്ക് യാതൊരു അധികാരവും ഇല്ല, അവരെ ഞങ്ങൾ വാഴിക്കില്ല എന്നൊക്കെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് താമരയുടെ ഇതളിൽ വെള്ളം പിടിക്കില്ല, വെള്ളം ഒട്ടിച്ചേർന്ന് നിൽക്കില്ല. അതുപോലെ തന്നെ തമിഴ്നാട്ടിലെ ജനങ്ങളും BJPയോടൊപ്പം ഒട്ടിച്ചേർന്ന് നിൽക്കില്ല എന്നുള്ളതായിരുന്നു. അടുത്തത് AIADMK പറ്റിയിട്ടാണ്. ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രതിപക്ഷ പാർട്ടിയാണ്. ഓൾ ഇന്ത്യ അണ്ണദ്രാവിഡ മുന്നേറ്റ കഴകം എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിനെ വിമർശിക്കാൻ വിജയ് ഉപയോഗിച്ച ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് AIADMK BJP ആയിട്ട് സഖ്യമുണ്ടാക്കിയിട്ട് BJPയുടെ ഒരു രഹസ്യ തോഴനായിട്ട് ഇപ്പോൾ തമിഴ്നാട്ടിൽ പ്രവർത്തിക്കുകയാണ്. ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും അതോടൊപ്പം AIADMK MGRന്റെ ആ ഒരു ഇതിഹാസത്തെ, ലെഗസിയെ മൊത്തത്തിൽ നാമാവശേഷമാക്കി. അതായത് MGR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AIADMKയുടെ വലിയ തലവനായിരുന്നല്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു ഇതിഹാസ പുരുഷൻ തന്നെയായിരുന്നു. ആ ഇതിഹാസ പുരുഷൻ്റെ വില കംപ്ലീറ്റ് നിങ്ങൾ കളഞ്ഞു കുളിച്ചു. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പേര് പറയാൻ പോലും ഇപ്പോൾ യോഗ്യതയില്ല എന്നൊക്കെയുള്ള സംഭവങ്ങൾ പറയുകയാണ്. വിജയ് വിമർശിച്ച പാർട്ടിയിലുള്ള നേതാക്കളൊക്കെ വിജയ്ക്കെതിരെ രംഗത്ത് വരികയാണ്. ഒന്ന്, DMKയുടെ KN നെഹ്റു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത്രത്തോളം താഴ്ന്ന ലോ പൊളിറ്റിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ളൊരു വ്യക്തിയാണ് വിജയ്. അദ്ദേഹം വിമർശിച്ചോ, പക്ഷേ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളെ അല്ലെങ്കിൽ ഏതൊരാളെയും അങ്കിൾ എന്നൊക്കെ വിളിച്ച് അധിക്ഷേപിക്കുന്നത് അത്രത്തോളം ശരിയായിട്ടുള്ള രീതിയിലല്ല, അതൊക്കെ അത്രത്തോളം ഒരു മോശപ്പെട്ടൊരു സംസ്കാരമാണെന്നൊക്കെയുള്ള കാര്യമായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ശരിക്കും വിജയ് അവിടുത്തെ മുഖ്യമന്ത്രി അങ്കിൾ എന്ന് തന്നെയാണ് കേട്ടോ വിളിച്ചിട്ടുണ്ടായിരുന്നത്, കളിയാക്കി വിളിക്കുന്നത് പോലെ തന്നെ. അതുപോലെ തന്നെ BJP രംഗത്ത് വരികയാണ്. BJP പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് മൊത്തം സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള പ്രസംഗമാണ്. അതായത് സിനിമയിലെ ഡയലോഗ് പറയാൻ വിജയ്ക്ക് അറിയാമല്ലോ, ഒരുപാട് ഇതുപോലുള്ള മാസരംഗങ്ങളിൽ വിജയ് അഭിനയിച്ചിട്ടുള്ളതാണ്. അതുപോലെ ആരോ എഴുതി കൊടുത്ത് പഠിപ്പിച്ച് വിട്ട ഒരു സ്ക്രിപ്റ്റ് വിജയ് അവിടെ സ്റ്റേജിലിരുന്ന് അവതരിപ്പിച്ചത് മാത്രമാണ് ഈ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് എന്നാണ്. ഇനി നമ്മൾ വിജയ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിട്ടിട്ടുള്ള ഏറ്റവും വലിയ വിമർശനങ്ങൾ അല്ലെങ്കിൽ വിജയിയെ ആക്രമിക്കാൻ വേണ്ടി എല്ലാവരും ഉപയോഗിക്കുന്ന ആ ഒരു സംഭവത്തെ പറ്റി പറയണം. മറ്റൊന്നുമല്ല, അവരെല്ലാം പറയുന്നത് വിജയ് തികഞ്ഞ അവസരവാദിയാണെന്നുള്ള കാര്യമാണ്. അതിൻ്റെ കാരണമായിട്ട് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ വിജയ് തൻ്റെ രാഷ്ട്രീയ നിലപാട് മാറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. വിജയ് തൻ്റെ ചെറുപ്പകാലത്ത് ഈ അഭിനയത്തിൻ്റെ തുടക്കത്തിലൊക്കെ ഏറ്റവും കൂടുതൽ
അലയൻസ് ഉണ്ടായിരുന്നത് DMK ആയിട്ടായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛന് DMK നേതാക്കളൊക്കെ ആയിട്ട് നല്ല ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നതല്ലേ. അങ്ങനെ DMKയുടെ അനുകൂലം ഉണ്ടായിരുന്ന വിജയ് നേരെ AIADMK സപ്പോർട്ട് ചെയ്യുകയാണ്. 2011 ഇലക്ഷനിൽ AIADMK സപ്പോർട്ട് ചെയ്തു. ജയലളിതയ്ക്ക് വേണ്ടിയിട്ട് ഫാൻസ് ക്ലബ്ബൊക്കെ നേരിട്ടിറങ്ങി പ്രവർത്തിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ രണ്ടുമായിട്ട് ബന്ധമില്ല, രണ്ടും ഞങ്ങളുടെ രാഷ്ട്രീയ ശത്രുക്കളാണെന്നും പ്രഖ്യാപിച്ചുകൊണ്ട് വിജയ് മൂന്നാമതൊരു പാർട്ടി ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ അതിനെതിരായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ പലരും വിമർശിക്കുന്നത് വിജയ് എന്ന് പറയുന്ന വ്യക്തിക്ക് വ്യക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടോ അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്രമോ ഒന്നുമില്ല. കാലത്തിനൊത്ത് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ്, ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിത്വമാണ്, രാഷ്ട്രീയ വ്യക്തിത്വമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹത്തെ ഒന്നാമതായിട്ട് വിമർശിക്കുന്നത്. രണ്ടാമതായിട്ട് ഈ വിമർശകർ പറയുന്നത് ജനശ്രദ്ധ ആകർഷിക്കാൻ പറ്റുന്ന വലിയ വിഷയങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് വിജയ് അങ്ങോട്ട് ഇറങ്ങി ഒരു ഷോ കാണിച്ച് ഒരു സ്കോർ നേടുന്നു ഉള്ളതാണ്. ഇപ്പോൾ നീറ്റ് വിഷയം, പണ്ട് പെട്രോൾ പ്രൈസിനെതിരെ നടത്തിയിട്ടുള്ളൊരു സൈക്കിൾ ചവിട്ട്, ഇങ്ങനെയുള്ള ചില രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ചുകൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിത്വമാണ് വിജയ് എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ വിജയ് കാമരാജിനെ, പെരിയാറിനെയൊക്കെ പല ഇങ്ങനെ ഉയർത്തി കാണിക്കാറുണ്ടല്ലോ, എപ്പോഴും കാമരാജ് പെരിയാർ എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു എതിരാളികൾ ചോദിക്കുന്നത് നിങ്ങൾക്ക് അദ്ദേഹമായിട്ട് എന്ത് ബന്ധം, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജീസ് ഒന്നും അല്ലല്ലോ ഫോളോ ചെയ്തിരുന്നത്, നിങ്ങൾക്ക് ഇത് പറയാൻ എന്ത് അധികാരമാണുള്ളത് എന്നുള്ളതാണ്. മറ്റൊരു വിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാമരാജിനെ ഒരു രാഷ്ട്രീയ നേതാവ് ആക്രമിച്ചപ്പോൾ വിജയ് അതിനെ പ്രതിരോധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കാമരാജിനെ പോലുള്ള മറ്റൊരു കൾച്ചറൽ ഫിഗറിനെ പലരും മോശമായിട്ട് പറഞ്ഞപ്പോൾ വിജയ് അതിനെയൊന്നും പ്രതികരിച്ചില്ല. കാരണം എന്താണ്, വിജയ്ക്ക് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിച്ചിട്ട് മാത്രമേ കാര്യമുള്ളൂ. ആ ഒരു വിഷയങ്ങളൊക്കെ പലരും ചൂണ്ടിക്കാണിക്കുകയാണ്. അതായത് വിജയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സ്പീച്ചുകൾ നടത്തിയും സിനിമ അഭിനയിക്കാൻ അറിയുന്ന ആളല്ല, അതുപോലെ അഭിനയിക്കുകയാണ്, ജനങ്ങളുടെ ഇടയിൽ ഒരു ഓളം ഉണ്ടാക്കണം, അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ മടിക്കാത്തൊരാളാണെന്നുള്ളതാണ് ഇവർ പറയുന്നത്. മൂന്നാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് വിജയ്ക്ക് പ്രീണന രാഷ്ട്രീയമുണ്ട് എന്നുള്ളതാണ്. അത് ഉണ്ട് എന്ന് മാത്രമല്ല, അത് വലിയ വിവാദമായിട്ടുണ്ടായിരുന്നല്ലേ. അതായത് വിജയ് ഒരു ഇഫ്താർ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇഫ്താർ പരിപാടി വലിയ വിവാദമാക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കും പ്രതിപക്ഷ പാർട്ടികൾ അല്ലെങ്കിൽ BJP പോലുള്ള പാർട്ടികളാണ് അത് വിവാദമാക്കുന്നത്. നല്ല പല മുസ്ലിം സംഘടനകൾ തന്നെ അത് വലിയ പ്രോബ്ലമാറ്റിക് ആയിരുന്നു, ആൻറ്റി മുസ്ലിമാണ്, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള അപമാനിക്കുന്ന തരത്തിലുള്ള ഒന്നാന്ന് പറയുകയാണ്. ഉത്തർപ്രദേശിലുള്ള ഒരു മുസ്ലിം മതപണ്ഡിതൻ, അദ്ദേഹം പ്രധാന സ്ഥാനങ്ങൾ വഹിക്കുന്ന ഒരു വ്യക്തിയാണ്, മൗലാന ഷഹാബുദ്ദീൻ റാസ്വി. അദ്ദേഹം നാഷണൽ പ്രസിഡന്റ് ഓഫ് ഓൾ ഇന്ത്യ മുസ്ലിം ജമാഅത്ത് ആൻഡ് ചീഫ് മുഫ്തി ഓഫ് ദാറുൽ ഇഫ്ത. അപ്പോൾ ഇദ്ദേഹം വിജയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. മുസ്ലിങ്ങളെ തീർത്തും അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് വിജയ് കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. മദ്യപാനികളെയും ചൂതാട്ടക്കാരെയും ഒക്കെ ഇഫ്താറിന് പങ്കെടുപ്പിക്കുന്നത് വളരെ പാപമായിട്ടുള്ളൊരു കാര്യമാണ്. മാത്രമല്ല വിജയ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തന്ത്രം മുസ്ലിം പ്രീണനമാണ്. ഈ മൗലാന തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വിജയ് സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് ഒരു വഴി കിട്ടണമല്ലോ, മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് ആ ഒരു പാത സുഗമമാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ആരാണ്? ബീസ്റ്റ് എന്ന് പറയുന്ന സിനിമയിൽ പോലും മുസ്ലിങ്ങൾ മൊത്തം തീവ്രവാദികളാണ്, മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കി ചിത്രീകരിക്കുക, ഇതൊക്കെ ചെയ്ത ആ ഒരു പടത്തിൽ അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച വ്യക്തിയാണ് വിജയ്. അപ്പോൾ അത്രത്തോളം മുസ്ലിം വിരുദ്ധത വച്ച് പുലർത്തുന്ന വിജയ് ഇപ്പോൾ മുസ്ലിം പ്രീണനം പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഇഫ്താർ വിരുന്നൊക്കെ സംഘടിപ്പിക്കുന്നു. അതിൽ മറ്റേ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഇന്നേ വരെ ചെയ്യാത്ത ആ ഒരു നിസ്കാരവും നമസ്കാരവും ഒക്കെ ചെയ്യുന്നു. ഈ ഒരു ഇഫ്താർ വിരുന്നിൽ അങ്ങനെ ചെയ്യുന്നതൊക്കെ കൃത്യമായിട്ട് ചിട്ടവട്ടത്തോടു കൂടിയിട്ട് ഈ നോമ്പെടുക്കുന്നവരാണ്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ മൗലാന വിജയെ രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്. മുസ്ലിങ്ങളെ ഡെവിൾസ് ആയിട്ടും മോൺസ്റ്റേഴ്സ് ആയിട്ടും ചെകുത്താനായിട്ടും പിശാചൊക്കെ ആയിട്ട് കാണിക്കുന്ന വിജയിൽ നിന്ന് തമിഴ്നാട്ടിലെ നല്ല മുസ്ലിങ്ങൾ വിട്ടുനിൽക്കണമെന്നും അദ്ദേഹത്തിൻ്റെ പ്രീണനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാടകത്തിൽ വീണു പോകാതിരിക്കാൻ ശ്രമിക്കണം എന്നൊക്കെ അദ്ദേഹം തമിഴ്നാട്ടിലെ ജനങ്ങളെ ഉപദേശിക്കുകയാണ്. അതോടൊപ്പം മതപരമായിട്ടുള്ള ഒരു ചടങ്ങിലേക്കും വിജയെ വിളിക്കരുത്, ക്ഷണിക്കരുത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഇത് ഉത്തർപ്രദേശിലുള്ള ഒരു മൗലാനയാണ്. പക്ഷേ തമിഴ്നാട്ടിൽ നിന്നും അവിടെയുള്ള മുസ്ലിം സംഘടനയിൽ നിന്നും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുകയാണ്. അപ്പോൾ തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് വലിയ പ്രശ്നങ്ങളാക്കി പോലീസിന് കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ്. അവർ പറഞ്ഞത് അവിടെ വിജയ് പാർട്ടി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു ഇഫ്താർ വിരുന്നായിരുന്നു ആ ഒരു നിസ്കാരം പരിപാടികളൊക്കെ. പക്ഷേ അതിൽ ചെയ്തതെല്ലാം വളരെ തെറ്റായിരുന്നു. ഈ ഒരു മുസ്ലിം ആചാരവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാർ അവിടെ ഒരു നാടകം കളിക്കുകയായിരുന്നു. കൃത്യമായിട്ട് പറയുവാണെങ്കിൽ അവിടെ നടത്തിയിട്ടുള്ള ആ ഒരു കർമ്മങ്ങളുണ്ടല്ലോ, അതൊന്നും നേർവഴിക്കായിരുന്നില്ല. മാത്രമല്ല ഈ കള്ളുകുടിയന്മാരെയും റൗഡീസിനെയും ഒക്കെ പങ്കെടുപ്പിച്ച് ഇത് നടത്താൻ പറ്റില്ല, അത് പാപമാണ്, അത് ചെയ്യാൻ പറ്റില്ല ഇസ്ലാമിലെ നിയമപ്രകാരം. അപ്പോൾ ഇവരെന്ത് നാടകമാണ് കാട്ടിക്കൂട്ടുന്നതെന്നും പറഞ്ഞിട്ട് ഇവർ തമിഴ്നാട് പോലീസിന് പരാതി കൊടുക്കുകയാണ്. അപ്പോൾ ഈ വിജയുടെ പ്രീണനം എന്ന് പറയുന്നത് ആ ഒരു മതസംഘടനയിലുള്ളവർ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിലും ബാക്കി ഇന്ത്യയിൽ എവിടെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാലും പ്രീണനം കാണിക്കുമ്പോൾ അവരതിനെ ഭയങ്കര സ്വീകാര്യമാക്കി എടുക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പോൾ വിജയ്ക്ക് ഇത് നേരെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. വിജയ് നടത്തിയിട്ടുള്ള ഈ മുസ്ലിം പ്രീണനം എന്നുള്ളത്
അവരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള ഈ ജമാഅത്ത് ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ ഉത്തർപ്രദേശിലുള്ള ആ ഒരു നാഷണൽ പ്രസിഡന്റ് മുഖ രംഗത്ത് പരസ്യമായിട്ട് വരികയാണ്, പോലീസ് കംപ്ലൈൻ്റ് ആക്കുകയാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളാണ് വിജയ്ക്ക് എതിരെ അവസരവാദി എന്ന് ഉപയോഗിക്കാൻ കാരണം. പുള്ളി പല രീതിയിൽ നിലപാട് മാറ്റും, പ്രീണനം നടത്തും, അതുപോലെ തന്നെ പല ജനശ്രദ്ധയുള്ള പ്രശ്നങ്ങളുണ്ടാകുമല്ലോ, വലിയ കത്തിപ്പടരുന്ന പ്രശ്നങ്ങളുണ്ടാകുമല്ലോ, അതിലൊക്കെ തലയിട്ട് റോള് കളിച്ച് ഷോ കാണിക്കാൻ ശ്രമിക്കും. സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഇത് വെച്ചിട്ട് വെറുതെ ഡയലോഗ് അടിച്ച് വിടുകയാണ്, അല്ലാതെ യാതൊരു സ്ഥിരതയുള്ള ഒരു പൊളിറ്റിക്കൽ നിലപാട്, രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകളോ ആശയമോ പ്രത്യയശാസ്ത്രമോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഈ അവസരവാദി എന്നും പറഞ്ഞിട്ടുള്ള മുദ്ര കുത്തൽ വിജയ്ക്കെതിരെ നടക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞു എന്നാണ് കേട്ടോ, ഞാനങ്ങനെ വിജയ് വിളിച്ചു എന്നല്ല, അങ്ങനെ എതിർ കക്ഷികൾ, എതിർ പാർട്ടിക്കാരൊക്കെ വിജയ് പറയാറുണ്ടല്ലോ, അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്താണ്. എന്തായാലും വിജയുടെ രാഷ്ട്രീയ നിലപാടിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വിജയ് തമിഴ്നാടിൻ്റെ മുഖ്യമന്ത്രി ആകുമോ? വിജയ്ക്ക് എത്രത്തോളം സീറ്റ് പിടിക്കാൻ പറ്റും? 234 സീറ്റാണ് തമിഴ്നാട്ടിലുള്ളത്, അതിലെല്ലാം വിജയുടെ പാർട്ടി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞത് 118 സീറ്റെങ്കിലും ഭൂരിപക്ഷം കിട്ടാൻ വേണം. ഇനി ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ വിജയ് മറ്റ് മുന്നണികളുടെ കൂടെ ചേർന്ന് ഭരണകക്ഷിയിൽ ഇടം പിടിക്കുവോ, മന്ത്രിസഭ ഉണ്ടാക്കുവോ എന്നൊക്കെയുള്ള, ആർക്കും കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ കേട്ടോ, അങ്ങനെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? എന്തായാലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. തമിഴ്നാട്ടിൽ ഒരുപാട് ജനങ്ങൾ ഇദ്ദേഹത്തെ അനുകൂലിക്കുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടി മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. പക്ഷേ വോട്ടിംഗ് വരുമ്പോഴേക്കും കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രത്തോളം എളുപ്പമായിരിക്കും. കാരണം കമൽഹാസൻ പാർട്ടിയായിട്ടൊക്കെ വന്നിട്ട് 8 നിലയിൽ പൊട്ടിപ്പോയ സാഹചര്യമാണ് അവിടെ ഉള്ളതല്ലേ. പക്ഷേ വിജയ് അങ്ങനെയല്ല, വിജയ്ക്ക് ഒന്നുകൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ളൊരു കഴിവും ഒക്കെ ഉണ്ട്. അപ്പോൾ കണ്ടറിയാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ നിക്ഷേപ അവസരത്തെക്കുറിച്ച് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓഗസ്റ്റ് 24 വരെയാണ് നിങ്ങൾക്ക് ടാറ്റ AIA ലൈഫിൻ്റെ NFOയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിരിക്കുക. അതായത് ഇനി വെറും 2 ദിവസം കൂടി മാത്രം. ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാം. അപ്പോൾ അതിൽ പോയി കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്താലും മതി. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയം നമുക്ക് വീണ്ടും കാണാം. വിസ്മേഷൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.